Living in our own identity is a great thing. Here we are discussing such a topic, a poem named Bequest by Eunice D. Souza. It is a chapter that is included in the paper Voices of Women. It is a paper for 6th Sem BA Language and Literature students. BA English Language and Literature എടുത്ത കുട്ടികളുടെ മെയിൻ പേപ്പറാണ് വോയിസസ് ഓഫ് വിമൻ. ആ പേപ്പറിലെ ഒരു ചാപ്റ്ററാണ് ബിക്വസ്റ്റ് എന്ന ഒരു കവിത. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ യൂനിസ് ഡി സൗസ. Eunice D. Souza is a contemporary Indian English poet, literary critic and novelist. ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് യൂനിസ് ഡി സൗസ. ആൻഡ് ഹർ നോവൽ ഇസ് ഡേഞ്ചർ ലോക്ക്. ഇറ്റ് ഈസ് ദി ഡെബ്യൂ നോവൽ പബ്ലിഷ്ഡ് ഇൻ 2001. അവർ പോയറ്റ്, നോവലിസ്റ്റ്, അതേപോലെ തന്നെ ഒരു ക്രിട്ടിക്കാണ്. അവരുടെ ഫേമസ് നോവൽ ഡേഞ്ചർ ലോക്ക് എന്ന നോവലാണ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 2001. 2001 ഇത് പബ്ലിഷ് ചെയ്തത്. ആൻഡ് ഹർ നോട്ടബിൾ വർക്ക് ഈസ് വിമൻ ഇൻ ഡച്ച് പെയിൻറ്റിംഗ്. വിമൻ ഇൻ ഡച്ച് പെയിൻറ്റിംഗ് എന്ന പോയട്രി കളക്ഷനാണ് അവരുടെ ഫേമസ് വർക്ക്. ആൻഡ് ഹിയർ because is a poem which deals with passing down a woman's true emotions in their so-called society. സമകാലീന സമൂഹത്തിൽ സ്ത്രീകളുടെ തനിമ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. അതായത് സ്ത്രീ തൻ്റെ സ്വത്വം നഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് താനല്ലാതെ ഒരു അവസ്ഥയായി മാറുക. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം, സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ബലി കഴിച്ച് ജീവിക്കുന്ന സ്ത്രീക്ക് ആൻഡ് അറ്റ് ലാസ്റ്റ് ഷീ ലോസസ് ഹെർ ഓൺ ഐഡന്റിറ്റി. പിന്നീട് സ്വന്തം സ്വപ്നങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും ഒക്കെ മറന്നുപോയി മറ്റൊരു ജീവിതമാണ്, മറ്റുള്ളവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു കളിപ്പാവയായി മാറുന്നു. ആ ഒരു തീമാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ലിറിക് പോം ഹാവിംഗ് 21 lines ആൻഡ് 5 stanzas. ഇതൊരു ലിറിക് പോമാണ്, 21 വരികളാണ്. ആൻഡ് ഇറ്റ് ഹാസ് 5 stanzas, 5 സ്റ്റാൻസയുണ്ട്, 21 വരികളുള്ള ഒരു കവിതയാണിത്. ആൻഡ് ഹിയർ ദ പോം ഹാസ് നോ പെർട്ടിക്കുലർ റൈം സ്കീം ഓർ മീറ്റർ. ഇതിനൊരു പ്രത്യേക റൈം സ്കീമോ മീറ്ററോ ഒന്നുമില്ല. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഫ്രീ വേഴ്സിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ്. ആൻഡ് ഹിയർ ദ പോയിന്റ് പിക്ചേഴ്സ് ഹൗ എ വുമൻ സ്പീക്കേഴ്സ് മൈൻഡ് സെറ്റ് ഈസ് ഷേപ്ഡ്, റിവൈസ്ഡ് ആൻഡ് അമെൻഡഡ് ഫ്രം ആൻ ഏർലി ലൈഫ്. ഒരു ഏർലി ഏജ് മുതൽ, അതായത് ചെറുപ്പ കാലഘട്ടം മുതൽ ഒരു പെൺകുട്ടിയുടെ മനസ്സ് എങ്ങനെയാണ്, മൈൻഡ് സെറ്റ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് കാണിച്ചു തരുന്നത്. അതായത് നമുക്കറിയാം, പെൺകുട്ടിയാവുന്ന സമയത്ത് തന്നെ ഒരു ഏകദേശം ഒരു കുറച്ച് പ്രായം എത്തുമ്പോൾ തന്നെ പറയാറുണ്ട്, പെൺകുട്ടികൾ അങ്ങനെ ഉറക്കെ ചിരിക്കാൻ പാടില്ല, ഒച്ച വെച്ച് വലിയ ഒച്ചയൊന്നും ഉണ്ടാക്കാൻ പാടില്ല, പെൺകുട്ടികളാണെങ്കിൽ അടക്കും ഒതുക്കും ഒക്കെ ഉണ്ടാകണം എന്നൊക്കെ ആ ഒരു മൈൻഡ് സെറ്റിലാണ്, ആ ഒരു കാഴ്ചപ്പാടിലാണ് സമൂഹം പെൺകുട്ടികളെ കാണുന്നത്. അതായത് ആ ഒച്ച വെച്ച് സംസാരിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് അവൾ തന്നിഷ്ടക്കാരിയാണ്, അഹങ്കാരിയാണ് എന്നുള്ള ഒരു സ്റ്റീരിയോടിപ്പിക്കൽ കഥാപാത്രമാക്കി മാറ്റി വെക്കുന്ന ഒരു സമൂഹം. അങ്ങനെ ഒരു കാഴ്ചപ്പാടില് the way she learns everything naturally is also monitored to shape her mind according to the patriarchal structure. അവളുടെ മനസ്സിനെ രൂപപ്പെടുത്തി എടുക്കുന്നത് തന്നെ it is based on the patriarchal society. ഈ പാട്രിയാർക്കൽ സൊസൈറ്റി മീൻസ് പുരുഷാധിപത്യമുള്ള സമൂഹം, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ആണ് തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ദി മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി വിച്ച് ഡിസൈഡ്സ് വാട്ട് ഷുഡ് ബി എ വുമൺ. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, അതിന് തന്നെ പാട്ടിൽ പറയുന്നുണ്ട്, പൂമുഖവാദിക്കലെ പൂന്തിങ്ങളാകണം ഭാര്യ, അതേപോലെ തന്നെ പെൺകുട്ടി എങ്ങനെയാകണം എന്നൊക്കെ പറയുന്നുണ്ട്, അടക്കം ഒതുക്കും ഒക്കെ ഉള്ള പെൺകുട്ടിയാകണം. മനുസ്മൃതിയിൽ തന്നെ പറയുന്നുണ്ട്, പിതാ രക്ഷതി കൗമാരെ ഭർത്ര രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീ സംരക്ഷണം ആവശ്യമുള്ളവളാണ് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്ത്രീക്ക് ആ ഒരു സംരക്ഷണം കിട്ടണം, കാരണം അവൾ ദുർബലയാണ്, അവൾക്ക് എപ്പോഴും ഒരു ഹെൽപ്പ് വേണം, അവൾ അങ്ങനെയാണ് എന്ന ഒരു കോൺസെപ്റ്റും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, സ്ത്രീക്ക് എല്ലായ്പ്പോഴും പ്രൊട്ടക്ഷൻ കൊടുക്കണം, ആ സ്ത്രീക്ക് ഒരു സംരക്ഷണത്തിന്റെ ആവശ്യമുണ്ട് എന്നതാണ് മറ്റൊരു വശം. ഇറ്റ് ഈസ് എ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ദാറ്റ് ഗീവ്സ് എ ക്ലിയർ പിക്ചർ. ഒരു ചിത്രം കൊടുക്കുന്നത്, അതിനൊരു രൂപം കൊടുക്കുന്നത് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്. അതിനെതിരെയാണ് ഇവിടെ
കവി പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ദെൻ ഷോയിങ് വൺസ് ട്രൂ ഇമോഷൻസ് ഈസ് സിംബോളിക്കലി പോർട്രേഡ് ത്രൂ ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ് ഹോൾഡിംഗ് ഹിസ് ഹാർട്ട് ഇൻ ഹിസ് ഹാൻഡ്. ഇതിൽ ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം പറയുന്നുണ്ട്, അതായത് തൻ്റെ ഹൃദയം കയ്യിലെടുത്ത് നിൽക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം. അവിടെ പറയുന്നത് ഇറ്റ് ഈസ് ദി ട്രൂ ഇമോഷൻസ്, ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വികാരങ്ങളാണ് അവിടെ പറയുന്നത്. അതിനെ പക്ഷേ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ പോം. കവിതയിലേക്ക് പോകാം. കവിതയിൽ പറയുന്നു, ഇൻ എവറി കാത്തലിക് ഹോം there is a picture of Christ holding his bleeding heart in his hand. I used to think more. In every Catholic home, എല്ലാ കത്തോലിക്ക വീടുകളിലും there is a picture of Christ. യേശു ക്രിസ്തുവിന്റെ ഒരു ചിത്രം ഉണ്ടാകും. എങ്ങനെയുള്ള ചിത്രമാണ്? holding his bleeding heart in his hand. തൻ്റെ ചോരയൊലിക്കുന്ന ഹൃദയം കയ്യിൽ പിടിച്ച യേശു ക്രിസ്തുവിന്റെ ഒരു ചിത്രം ഉണ്ടാകും. And I used to think, oh, ഈ ഒരു ചിത്രം എനിക്ക് കണ്ടപ്പോൾ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ടേം. എനിക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് തോന്നിയത്. കാരണം ഇങ്ങനെ ഹൃദയത്തിലൂടെ ചോരയൊലിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ചിത്രം, ആ ഹൃദയം തൻ്റെ കയ്യിൽ പിടിച്ച അങ്ങനെയുള്ള ആ ഒരു യേശു ക്രിസ്തുവിൻ്റെ ചിത്രം. ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ട്രൂ ഇമോഷൻ ഓഫ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഷോസ് ദ കോംപ്ലെക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് റിലീജിയസ് ഇമേജറി. Here the speaker looks at the image negatively in the beginning and it suggests discomfort and it may be against the beliefs. വിശ്വാസങ്ങളാണ്, ആ വിശ്വാസങ്ങൾക്കെതിരെയാണ് ഈ ഒരു ചിത്രം പറയുന്നത്. അതായത് ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ഇവിടെ ആ ഒരു ഇമോഷനാണ്, ടു ഇമോഷൻസ് ആണ് കാണിക്കുന്നത്. പക്ഷേ പലപ്പോഴും സ്ത്രീ എന്ന ആ ഒരു കഥാപാത്രം she has to hide all her true emotions. അവളുടെ യഥാർത്ഥ വികാരങ്ങൾ അവൾക്ക് മറച്ചു വെക്കേണ്ടതായി വരുന്നു. ഇപ്പോൾ സന്തോഷമില്ലെങ്കിലും നമ്മൾ പാട്ടിൽ പറയുന്നത് പോലെ പൂമുഖം അതുക്കൽ പൂന്തിങ്കളായിട്ട് ചിരിച്ചു നിൽക്കുന്ന ഭാര്യയാണ്. അവൾക്ക് ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകാം, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം, അവളുടെ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ എന്നാലും അവൾ ചിരിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. ദെൻ സെക്കൻഡ് സ്റ്റാൻസ, the only person with whom I have not exchanged confidence is my hairdresser. അടുത്ത സ്റ്റാൻസിൽ പറയുന്നു, the only person with whom I have not exchanged confidences. Confidence means my secrets. ഒരിക്കലും ഞാൻ എൻ്റെ രഹസ്യങ്ങൾ പറയാത്തത് ആരോട് മാത്രമാണ്? ഇറ്റ്സ് മൈ ഹെയർ ഡ്രസ്സർ. എൻ്റെ ഹെയർ ഡ്രസ്സറോട് മാത്രം. ദാറ്റ് ഈസ് എ ബ്യൂട്ടീഷ്യൻ. എൻ്റെ ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ എൻ്റെ ഹെയർ ഡ്രസ്സർ, എൻ്റെ ഹെയർ കട്ടിങ് നടത്തുന്ന ആളോട് മാത്രമാണ് ഞാൻ എൻ്റെ രഹസ്യങ്ങൾ പറയാത്തത്. ദാറ്റ് മീൻസ് ഹിയർ വി ക്യാൻ സീ ദ കൺഫൈഡിങ് ഓഫ് എ സീക്രട്ട്. ഹൗ ടു കൺഫൈഡ് എ സീക്രട്ട് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എങ്ങനെ നമ്മളുടെ രഹസ്യങ്ങൾ മറച്ചു വെക്കണം, എല്ലാവരോടും നമ്മളുടെ രഹസ്യങ്ങൾ പറയാൻ പാടില്ല. അതിൻ്റെയൊക്കെ ആ ഒരു അർത്ഥതലങ്ങളാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇറ്റ് ഷോസ് human beings and their act of confiding to others. Here we never share our inner thoughts and secrets to our hairdresser, and it shows trust and intimacy in life. We should have a trusted person and a confidant. Confidant means a intimate friend. നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനും നമ്മളുടെ സീക്രട്ടുകൾ അല്ലെങ്കിൽ നമ്മളുടെ വിഷമങ്ങളൊക്കെ തുറന്നു പറയാനൊരു സുഹൃത്ത് വേണം. അതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റാൻസ, സം റെക്കമെൻഡ് stern stance, others say float alone, and he says take it as it comes, meaning of course as he hands it out. എന്താ പറയുന്നത്? സം റെക്കമെൻഡ് ഇൻ ദിസ് സ്റ്റാൻസ എന്താണ്? ഹൗ വി ഹാവ് ടു കൺസിഡർ ലൈഫ്. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ദിസ് സ്റ്റാൻസ ദ പോയറ്റ് ഗിവ്സ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ വി ഹാവ് ടു കൺസിഡർ അവർ ലൈഫ്. നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ കണക്കാക്കണം എന്ന് പറയുന്നു. അത് നമ്മളുടെ ഇഷ്ടത്തിന് വിടുകയാണ്. സം റെക്കമെൻഡ് സ്റ്റേൺ സ്റ്റാൻസ്. ചില ആളുകൾ പറയും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നീ ഉരുക്ക് വനിതയെ പോലെ നിൽക്കണം എന്ന് പറയും. സ്റ്റേൺ സ്റ്റാൻസ്, നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്ന് പറയും. ആൻഡ് അതേഴ്സ് സേ ഫ്ലോട്ട് അലോങ്. മറ്റുള്ളവരെന്താ പറയുക?
ടു ഫ്ലോട്ട് അലോങ്. ജീവിതം അങ്ങ് ഒരു ഒഴുക്കാണ്, ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ അങ്ങ് പൊയ്ക്കോളൂ എന്ന് ചിലർ പറയും. ആൻഡ് ഹി സീസ് ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്. ഇവിടെ ഹി എന്നുള്ളത് ഇറ്റ് മേ ബി ക്രൈസ്റ്റ് ഓർ ഇറ്റ് മേ ബി ദ പാർട്ട്ണർ. ജീവിതം അത് വരുന്നത് പോലെ വരട്ടെ, അത് വരുന്നത് പോലെ എങ്ങനെയാണോ അത്, അതായത് ലൈഫ് വി കനോട്ട് പ്രീ പ്ലാൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതം നമ്മളൊന്ന് ചിന്തിക്കുന്നു, ദൈവം മറ്റൊന്ന്. ആ ഒരു വിശ്വാസമാണ്, റിലീജിയസ് ബിലീഫാണ് അവിടെ പറയുന്നത്. നമ്മളൊന്ന് തീരുമാനിക്കുന്നു, ദൈവം മറ്റൊന്ന് നമുക്ക് തരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല നമ്മളുടെ ജീവിതം, നമ്മൾ സ്വപ്നം കണ്ട ജീവിതമായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. സോ ഹി സേസ് ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്. ജീവിതം എങ്ങനെയാണോ നമ്മുടെ മുന്നിൽ എത്തുന്നത് അത് അതുപോലെ സ്വീകരിക്കൂ. നെവർ ഹാവ് എ പ്രെജുഡീസ്, അല്ലെങ്കിൽ നെവർ ഷുഡ് കീപ് എ പ്രീ പ്ലാൻ. ഒരിക്കലും പ്ലാൻ ചെയ്താൽ അതുപോലെ നടക്കണമെന്നില്ല. കുറെ കാര്യങ്ങളൊക്കെ നടന്നാലും എല്ലാം അതുപോലെ തന്നെ ആവണമെന്നില്ല. സോ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്. ആൻഡ് മീനിങ് ഓഫ് കോഴ്സ് ആസ് ഹി ഹാൻഡ്സ് ഇറ്റ് ഔട്ട്. അതായത് ഡിപ്പെൻസ് ഓൺ ഫേറ്റ് എന്നുള്ള അർത്ഥമാണ്. വിധി എന്താണോ നമുക്ക് തരുന്നത് ആ അർത്ഥത്തിൽ ജീവിതം സ്വീകരിക്കൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് ഹിയർ ദ പോയിന്റ് സേസ് ഇറ്റ് ഈസ് ദ റീഡേഴ്സ് ഡിസിഷൻ ടു ടേക്ക് ലൈഫ് ആസ് ഇറ്റ് ഈസ്. നമ്മളുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാം. സ്റ്റേൺ തീരുമാനങ്ങളെടുത്ത് സ്ട്രോങ് വിൽ പവർ ഒക്കെ കാണിച്ച് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മുന്നേറാം. അങ്ങനെ മുന്നേറുന്ന സമയത്ത് വി മേ ലോസ് സംതിങ് ഓർ സംവൺ. നമുക്ക് പലതും പല ആളുകളെയും പല സംഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടെന്നിരിക്കാം. പക്ഷേ നമ്മുടെ ആ സ്റ്റാൻഡ് അനുസരിച്ച് മുന്നോട്ടേക്ക് പോകാം. അല്ലെങ്കിൽ ഫ്ലോ ഓഫ് മീൻസ് ജീവിതത്തിനനുസരിച്ച് ഒരു ഒഴുക്കാണ്. അത് ഒരു പ്ലാനും ഇല്ല, ജീവിതം എങ്ങനെ അങ്ങ് ഒഴുകിപ്പോകും. അതുപോലെ ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയും. ഒഴുക്കിനെതിരെ നീന്തുന്നതാണ് ആദ്യം പറഞ്ഞത്. ഇത് ഒഴുക്കിനനുസരിച്ച് അങ്ങനെ നീന്തി പോവാ. ജീവിതം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അതിങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ജീവിക്കുക. രാവിലെ ആകുന്നു, ഉച്ചയാകുന്നു, വൈകിട്ടാകുന്നു, ഇങ്ങനെ പോകുന്നു. അതല്ലാതെ എന്ത് ചെയ്യാം? ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്. ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ന് എന്തെങ്കിലും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞ് ജീവിക്കാതെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ ജീവിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട്. ഹിയർ ദ ഓതർ ഓർ ദ റീഡർ is having the right to select his own life. Next stanza, I wish I could be a wise woman, smiling endlessly, vacuously like a plastic flower, saying child will learn from me. അടുത്ത സ്റ്റാൻസയിൽ പറയുന്നു, I wish I could be a wise woman. ഒരു വോയിസ് വുമൺ മീൻസ് ഇന്റലിജന്റ് ആയിട്ടുള്ള ബുദ്ധിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഞാനെങ്കിൽ എന്നാഗ്രഹിക്കുന്നു. സ്മൈലിംഗ് എൻഡ്ലെസ്ലി, കാരണം വിഷമങ്ങളൊന്നും ഏൽക്കാതെ എല്ലായ്പ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ കഴിയുക. വാക്യൂസ്ലി ലൈക്ക് എ പ്ലാസ്റ്റിക് ഫ്ലവർ, ഒരു പ്ലാസ്റ്റിക് പൂ പോലെ നിറവും അങ്ങനെയുള്ള ഗുണങ്ങളൊന്നും ഇല്ലെങ്കിലും എല്ലായ്പ്പോഴും ഫ്രഷ് ആയിരിക്കുക, എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ. അതേപോലെയാണ് ഈ ബുദ്ധിയുള്ള സ്ത്രീകൾ. ദാറ്റ് മീൻസ് സോറോസ് ആൻഡ് ഹാപ്പിനെസ് നെവർ അഫക്റ്റ് ദം. എല്ലായ്പ്പോഴും അവർക്ക് സന്തോഷവും സങ്കടവും ഒക്കെ അവർക്ക് ഒരേപോലെ ആയിരിക്കും. അവർക്ക് സന്തോഷം കൂടുന്ന സമയത്ത് അമിത സന്തോഷവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കടം വരുന്ന സമയത്ത് അങ്ങേയറ്റം ലോ ആയി പോകുന്ന അവസ്ഥ, അങ്ങേയറ്റം താഴേക്ക്. നമുക്കങ്ങനെയാണ്, നമ്മുടെ സന്തോഷം വരുമ്പോൾ അങ്ങേയറ്റം സന്തോഷിക്കും. അതേസമയം എന്തെങ്കിലും ഒരു ചെറിയ ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അട്ടർ ഫ്ലോപ്പായി മാറും, അത്രത്തോളം താഴേക്ക് നിരാശയിലേക്ക് പോകും. അപ്പൊ ഈ ഇന്റലിജന്റ് ആയിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെയല്ല. ദേ ആർ ഓൾവേസ് ഹാപ്പി. എല്ലായ്പ്പോഴും അവരെ ഈ സങ്കടമോ ദുഃഖമോ ഒന്നും അവരെ ബാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അത് ജസ്റ്റ് ലൈക്ക് പ്ലാസ്റ്റിക് ഫ്ലവർ. പ്ലാസ്റ്റിക് ഫ്ലവർ എന്ന് പറയുന്നത് ഇവിടെ അതിന് എന്താണ്, ഫ്രാഗ്രൻസ് ഉണ്ടാകില്ല, സുഗന്ധം ഉണ്ടാകില്ല, പക്ഷെ എല്ലായ്പ്പോഴും എനർജറ്റിക് ആയിരിക്കും. അത് കൊഴിഞ്ഞു പോകില്ല, ഒരുപോലെ തന്നെ ഇരിക്കുന്ന അവസ്ഥ, എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് ഫ്ലവർ പോലെ. ആൻഡ് സെയിം ചൈൽഡ്, കുട്ടിയോട് പറയുന്നതാണ് ലേൺ ഫ്രം മീ, എന്നിൽ നിന്ന് പഠിക്കാൻ. എന്താണ് എന്നിൽ നിന്ന് പഠിക്കേണ്ടത്? ഓൾവേസ് എനർജറ്റിക് ആൻഡ് നത്തിങ് ഈസ് അഫക്റ്റിംഗ് മീ. എന്നെ ഒന്നും ബാധിക്കുന്നില്ല. ഈ പ്ലാസ്റ്റിക് ഫ്ലവറിനെ പൊടി പിടിച്ചാൽ തന്നെ അതിന് പൊടി ആയാലും ആ പൊടി ഒന്ന് കഴുകിയാൽ പോകും. അതിൻ്റെ ഇതളുകൾ കൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കാലക്രമത്തിൽ അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുകയൊന്നുമില്ല. എത്രയോ വർഷങ്ങൾ എടുത്താലാണ് അതിൻ്റെ കളർ മങ്ങിപ്പോവുക. അല്ലാതെ വേഗമൊന്നും കേടാകാത്ത ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ അതുപോലെയാകണം ഞാൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ,
It is time to perform an act of charity to myself. അടുത്ത സ്റ്റാൻസിൽ പറയുന്നു it is time means it is crucial time, ഒരു crucial time ആണ്, it is a turning point, ഒരു decisive time ആണ് to perform the act of charity to myself. എന്നോട് തന്നെ ആക്ട് ഓഫ് ചാരിറ്റി നീതി പുലർത്തണമെന്നുള്ള ഒരു സമയം എത്തിയിരിക്കുന്നു. കാരണം ഐ ലിവ്ഡ് ദ ലൈഫ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർ പറഞ്ഞ ഒരു ജീവിതമാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. നീ അങ്ങനെ ആയിരിക്കണം, നീ രാവിലെ എണീക്കണം, നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്ന്. ഇറ്റ് ഈസ് ദി പാട്രിയാർക്കൽ സൊസൈറ്റി ദാറ്റ് ഇൻസിസ്റ്റഡ് മൈ ലൈഫ്. അവർ നിർബന്ധിച്ച ഒരു ജീവിതമാണ് ഞാൻ ജീവിച്ചത്. സോ ഇറ്റ് ഈസ് ടൈം ടു ലിവ് മൈ ഓൺ ലൈഫ്. എൻ്റെ ജീവിതം ജീവിക്കാൻ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സമയം ആയിരിക്കുന്നു. ആൻഡ് bequeath the heart like a spare kidney preferably to an enemy. And bequeath means bequesting അല്ലെങ്കിൽ giving or donating my heart. എൻ്റെ ഹൃദയം കൊടുക്കുന്നത് പോലെയാണ്. ഏതാണ്? ലൈക്ക് എ സ്പെയർ കിഡ്നി. ഒരു സ്പെയർ കിഡ്നി ആർക്ക് കൊടുക്കുന്നു? പ്രിഫറബിളി ടു അൻ എനിമി. ഒരു ശത്രുവിന് എൻ്റെ ഒരു എക്സ്ട്രാ കിഡ്നി കൊടുക്കുന്നത് പോലെ ഞാൻ എൻ്റെ ഹൃദയം കൊടുക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ടൈം ടു ഗിവ് ചാരിറ്റി ടു അതേഴ്സ് ആൻഡ് മൈസെൽഫ്. എനിക്ക് എന്നോട് തന്നെയും മറ്റുള്ളവർക്കും നന്മ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. കാരണം ആദ്യം എന്നോട് തന്നെ നീതി പുലർത്തിയാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് എൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ മാത്രമാണ് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഇറ്റ് ഈസ് ദി ക്രൂഷ്യൽ ടൈം ടു സെലക്ട് മൈ ഓൺ ലൈഫ്. ഹിയർ ഇവിടെ നമ്മൾ പറഞ്ഞു ദ സെൽഫ് ഐഡന്റിറ്റി is referring in this poem. ഈ കവിതയിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത് സെൽഫ് ഐഡന്റിറ്റി, ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ഐഡന്റിറ്റി ആൻഡ് ഡ്രീംസ്. സ്വന്തം സ്വപ്നങ്ങൾക്ക് അതേപോലെ തന്നെ സെൽഫ് ഐഡന്റിറ്റി, ഇതിൻ്റെ ഒക്കെ പ്രാധാന്യമാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. Here the poet used a lot of poetic devices in the poem. First one is alliteration. Alliteration is the repetition of consonant sounds. Here we can see alliteration in the line stern stands. S sound is repeating, stern stands. Next he hands, H sound. Then wise woman, wise, W sound. Then time to, T sound is repeating. Allusion means a reference to holy scriptures or the Bible. Here there is an allusion to Jesus Christ and his picture of holding his heart in his hand. അതോടൊപ്പം തന്നെ he says take it as it comes. ലൈഫിനെ കുറിച്ച് പറയുന്നതാണ് take it as it comes. അതേപോലെ same child learn from me, എന്നിൽ നിന്ന് പഠിക്കൂ എന്ന് പറയുന്ന ആ വരികളൊക്കെ. Then next simile, here take it as it comes. Simile എന്നത് it is a comparison by using the terms as or like. രണ്ട് വസ്തുക്കളെ ആസ് അല്ലെങ്കിൽ ലൈക്ക് ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്നതിനാണ് സിമിലി എന്ന് അറിയപ്പെടുന്നത്. ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ് എന്നുള്ളത് സിമിലിയാണ്. അതേപോലെ തന്നെ സ്മൈലിംഗ് എൻഡ്ലെസ്ലി ആൻഡ് വാക്യൂസ്ലി ലൈക്ക് എ പ്ലാസ്റ്റിക് ഫ്ലവർ, ഇറ്റ് ഈസ് ഓൾസോ an example of simile. Here another poetic device is metaphor. Here the image of Christ holding his heart in his hand is a metaphor. ഒരു metaphor ആണ്. In the last part, the poet says about donating her heart to an enemy just like a spare kidney. അങ്ങനെ പറയുന്ന ആ എനിമി എന്നുള്ളത് ഇത് represents, it is a metaphor for patriarchal persons. പാട്രിയാർക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ പുരുഷാധിപത്യമുള്ള സമൂഹത്തിനുള്ള ഒരു മെറ്റഫറാണ് ആ ഒരു എനിമി എന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Then major themes. The major themes are patriarchy, feminine identity, womanhood, convention versus individuality, etc. Here നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. സ്ത്രീ എന്ന ആ ഒരു കഥാപാത്രത്തിന് she has to lead the life of others. മറ്റുള്ളവരുടെ ജീവിതം, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട സ്ത്രീയുടെ ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഈ കവിതയിൽ പ്രധാനമായിട്ടും വിവരിക്കുന്നത്. And these are the main points. Hope you enjoyed it. Thank you.